ജലജ അബിയോട് പറയാണ്, ആ നയനേനെ എങ്ങനെയെങ്കിലും തീർത്താൽ മാത്രമേ നവ്യയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എത്ര പ്രാവശ്യമായിട്ട് നമ്മൾ ഓരോന്നും ചെയ്യാൻ ശ്രമിക്കുക, എല്ലാ തവണയും നമ്മൾ തന്നെയാണ് തോറ്റുപോകുന്നത്. ഈ ഡയലോഗുകളിൽ മാത്രം നമുക്ക് യാതൊരു കുറവുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അബി പറയാണ്, അമ്മേ എന്തൊക്കെ ചെയ്തു, ഗുണ്ടകളെ വിട്ടൊക്കെ തലിപ്പിച്ചു, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നെല്ലാം ചെയ്തില്ലേ, പിന്നെ ഈ വീടിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന റിസ്ക് അല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഒന്നും ചെയ്യാത്തേ. അപ്പോഴേക്കും ജലജ പറയാണ്, അതാടാ ഞാൻ പറഞ്ഞത്, ആ നയനയ്ക്കുണ്ടല്ലോ അവൾക്ക് കൂർമ്മ ബുദ്ധിയാ, അവളെ ഇങ്ങനെ പാവം പോലെ ഇരിക്കുന്നതേ ഉള്ളൂ. ശരിക്കും അവൾ ആ ഭയങ്കരി, മറ്റവളുണ്ടല്ലോ നിന്റെ ഭാര്യ, അവളൊരു പൊട്ടിയാ, ആരെന്ത് പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നൊരു പാവ എന്നിങ്ങനെ ജലജ പറയുന്നുണ്ട്. അപ്പോഴേക്കും അബി പറയാണ്, അതമ്മ പറഞ്ഞത് ശരി തന്നെയാ, എൻ്റെ ഭാര്യ ഒരു പൊട്ടി തന്നെയാ, അവൾക്ക് ഒന്നിനുള്ളൊരു കഴിവും ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഇത് മാറുന്ന നവ്യ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പം നവ്യ എങ്ങനെ അവർ പറഞ്ഞതിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അബി പറയാണ്, അമ്മ നോക്കിക്കോ, എങ്ങനെയെങ്കിലും ഞാനവളെ ഇല്ലാതാക്കും, ഇതെൻ്റെ വാക്കാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ രണ്ടും മാറിപ്പോകുമ്പോഴേക്കും നവ്യ ഓർക്കാണ്, ഈശ്വര എന്നെ തീർക്കുന്ന കാര്യമാണോ ഇവർ തമ്മിൽ ഈ പറയുന്നത്, ഞാനൊരു പൊട്ടിയാണെന്നല്ലേ അവർ പറയുന്നത്, ഞാൻ കാണിച്ചു കൊടുക്കാം ഞാൻ പൊട്ടിയാണോ അല്ലയോ എന്നിങ്ങനെ നവ്യ പറയുന്നുണ്ട്. അങ്ങനെ അബി പ്ലാൻ ചെയ്യണം കേട്ടോ, എങ്ങനെയെങ്കിലും നയനെ തട്ടിക്കളയണമെന്ന്. അങ്ങനെ രാവിലെ തന്നെ ആദർശിൻ്റെ ഷർട്ടൊക്കെ നയനെ തേക്കുമല്ലോ. അപ്പോൾ ആ ഒരു കാര്യം അബിക്കറിയാം. അങ്ങനെ അബി പോയിട്ട് അവരുടെ മുറിയിൽ കയറുന്നുണ്ട്. അങ്ങനെ അവരുടെ മുറിയിൽ കയറിയതിന് ശേഷം അവിടെ നയന സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന അയൺ ബോക്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ അവൻ രണ്ടുപേരും ഇല്ലാത്ത സമയത്ത് അങ്ങോട്ടേക്ക് കയറുകയാണ്. അതിനുശേഷം അയൺ ബോക്സിൽ നിന്നും അവിടുന്ന് ഒരു വയർ അങ്ങനെ കട്ട് ചെയ്ത് വിടുന്നുണ്ട്. അപ്പം അതെന്തായാലും നയനയ്ക്ക് ഷോക്ക് അടിക്കാൻ വേണ്ടി തന്നെ ചെയ്ത് വിടുന്നതാണ് കേട്ടോ. അങ്ങനെ അബി അത് വളരെ ഭംഗിയായിട്ട് തന്നെ നിർവഹിച്ചിട്ട് അവിടുന്ന് പതിയെ എസ്കേപ്പ് ആവുന്നുണ്ട്, ആരും കാണാതെ. അങ്ങനെ പതിവ് പോലെ രാവിലെ ആദർശ് ഇങ്ങനെ കുളിക്കാനൊക്കെ കയറുകയാണ്. നയന അപ്പോഴേക്കും അടുക്കളയിൽ നിന്നും ഓടി റൂമിലേക്ക് വന്നതിന് ശേഷം ഷർട്ട് ഇങ്ങനെ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് തേപ്പൊട്ടി ഓണാക്കുന്നുണ്ട്. അങ്ങനെ തേപ്പൊട്ടിലേക്ക് കയറി പിടിച്ചുടൻ തന്നെ ഷോക്ക് അടിക്കുകയാണ്. നയന തെറിച്ച് വീഴുന്നുണ്ട്. തെറിച്ച് വീണിട്ട് നയന ഇങ്ങനെ ബോധമില്ലാതെ ഒരു കാറിൽ കയറിയായിരുന്നല്ലോ, അതിനുശേഷം ബോധമില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ അവൾ ഈ കാറിന് സൗണ്ട് കേട്ടിട്ട് ആദർശ് നയന എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും റെസ്പോൺസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുളിച്ചിട്ട് ആദർശ് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ആദർശ് ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച നയന ബോധമില്ലാതെ തറയെ കിടക്കുന്നതാണ് കേട്ടോ. അപ്പോഴേക്കും ഓടി നിന്നിട്ട് നയന എന്താ പറ്റിയേ, നയന എഴുന്നേക്ക് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും നയന എഴുന്നേക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കാർച്ചയുടെ സൗണ്ട് വീട്ടിലെല്ലാവരും കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ താഴെ നിന്നൊക്കെ എല്ലാവരും ഓടി കയറി വരികയാണ്. അപ്പോഴേക്കും അബി പറയാണ്, അമ്മേ ഇപ്പോൾ അവൾക്കുള്ളത് ചെറിയൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ്, ഇങ്ങനെ ഈ പടിപ്പടിയായിട്ട് അവൾക്ക് ഓരോന്ന് വരാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ജലജ ചോദിക്കുകയാണ്, ഒറ്റയടിക്ക് തന്നെ അവളങ്ങ് തട്ടിയേക്കാൻ വരാമെന്ന് ചോദിക്കുമ്പോൾ ഇല്ലമ്മേ അത് പറ്റില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസ് കേസും ബഹളമൊക്കെ ആയാൽ നമ്മൾ തന്നെ കുടുങ്ങും, അതെങ്ങനെയാണ് തേപ്പൂട്ടിൽ നിന്നും ഷോക്ക് ഉണ്ടായെന്നറിഞ്ഞാൽ അത് ഉറപ്പായിട്ടും നമ്മളുടെ മേലെ തന്നെ സംശയം വരും. അതുകൊണ്ട് ഇപ്പോൾ ചെറിയ ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ്, അതിലവൾക്ക് ചെറുതായിട്ടൊന്ന് വേദനിക്കുമല്ലോ, അത് മതി ഇപ്പോഴത്തെ സമാധാനത്തിന്, അവളൊന്ന് പേടിക്കണം, ഓരോ നിമിഷവും പേടിച്ച് ജീവിക്കണം എന്നിങ്ങനെ അബി പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് നയനെ ഇങ്ങനെ നയന വിളിച്ചുകൊണ്ട് വന്നിട്ടും ഒരു റെസ്പോൺസും ഇല്ല. അവനിങ്ങനെ നയനയുടെ ചെസ്റ്റിലൊക്കെ ഇങ്ങനെ അമർത്തുന്നുണ്ടെങ്കിലും ഒരു റെസ്പോൺസും ഇല്ല കേട്ടോ. അപ്പോഴേക്കും താഴ്ന്ന് ദേവയാനിയും മുത്തശ്ശിയും എല്ലാവരും കയറി വരികയാണ്. നയന മോളെ എന്താ സൗണ്ട് കേട്ടത്, ആദർശിയെന്ന് വിളിച്ചുകൊണ്ട് അവരും ഓടിക്കയറി മുകളിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ വന്ന ഉടനെ ആദർശ് പെട്ടെന്ന് ശ്വാസം ഇല്ലാഞ്ഞിട്ട് നയനയ്ക്ക് ഇങ്ങനെ ചുണ്ടിൽ ശ്വാസം ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇത് കണ്ടിട്ട് ഐജയെന്ന് പറയുകയാണ് ജാനകി. അപ്പോഴേക്കും മുത്തശ്ശി പറയാണ്, ജാനകി അവൾ വീണ് കിടക്കുകയാണ്, അവൾക്ക് ബോധമെല്ലാം തോന്നുന്നു, നീ അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കാതെ അങ്ങോട്ട് ചെല്ലുമെന്ന് പറയുമ്പോഴേക്കും ശരി അമ്മയെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് എന്താ മോനെ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും അറിയില്ല, കാർച്ച കേട്ടൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നത്, അപ്പോൾ അവിടെ ബോധമില്ലാതെ കിടക്കുകയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് വീണ്ടും ഇങ്ങനെ ചെസ്റ്റിൽ ഇങ്ങനെ അമർത്തുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ജാനകി പോയി വെള്ളം എടുത്തുകൊണ്ട് തളിക്കുന്നുണ്ട്. പെട്ടെന്ന് നയനയ്ക്ക് ബോധം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ മോളെ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോഴേക്കും ആദർശേട്ടൻ്റെ ഷർട്ട് തേക്കാൻ വേണ്ടിയിട്ട് ഞാൻ അയൺ ബോക്സ് ഓൺ ചെയ്തതാ, അയൺ ബോക്സിൽ തൊട്ടതും എനിക്ക് ഷോക്ക് അടിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആണോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അനി അതിലേക്ക് നോക്കുകയാണ്. അപ്പോഴേക്കും അതിനൊരു വയർ വിട്ടിരിക്കുന്നത് കാണുന്നുണ്ട്. സ്വിച്ചിൽ നിന്നും അയൺ ബോക്സ് വിടിയിപ്പിച്ചിട്ട് അവൻ അതിങ്ങനെ എടുത്ത് നോക്കിയിട്ട് പറയാണ്, നയനേച്ചി ശ്രദ്ധിക്കേണ്ട, ഇതൊക്കെ അയൺ ബോക്സിൽ നിന്നും ഒരു വയർ കട്ടായി കിടക്കുകയാണെന്ന് പറയുന്നു. അപ്പോഴേക്കും നയന പറയാണ്, കഴിഞ്ഞ തലേന്ന് രാത്രി കൂടിയിട്ട് ഞാൻ ഇവിടെ ഷർട്ട് തേച്ചതേ ഉള്ളൂ, അപ്പോഴൊന്നും ഒരു പ്രശ്നമില്ലാന്നല്ലോ, ഇപ്പോൾ രാവിലെ എന്താ സംഭവിച്ചെന്നറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അവൻ നോക്കിയിട്ട് പറയുകയാണ്, ഈ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ അങ്ങനല്ലേ, എപ്പോഴാണ് കേടാന്ന് പറയാൻ പറ്റുമോ, അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഏട്ടത്തി എന്ന് പറയുകയാണ്. രാവിലെ സമയം പോയിട്ട് പെട്ടെന്ന് വന്നതുകൊണ്ട് പറ്റിയതാണെന്ന് പറയുന്നു. മോക്ക് വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇല്ല മുത്തശ്ശി എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയുകയാണ്. ആദർശ് മോളെ ഒന്ന് കട്ടിലോട്ട് എടുത്ത് കിടത്തുമെന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറയുകയാണ്. അങ്ങനെ ആദർശ് നയനി
ഇങ്ങനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് ഇപ്പം പ്രശ്നമെല്ലാം മാറിയെന്ന് ചോദിക്കുമ്പം മാറി ആദർശേട്ടാ, ഇപ്പം കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു വിറയൽ പോലെ എന്ന് പറയുമ്പം ഷോക്ക് അടിച്ചതല്ലേ, അതിൻ്റെ ആയിരിക്കും, മോളെ കാട്ടിലെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ദേവയാനിക്കാണെങ്കിലും ഇതൊന്നും അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. നയനനെ ഇങ്ങനെ ആദർശം കെയർ ചെയ്യുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് അവരെല്ലാം കൂടെ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പോഴേക്കും ആദർശം വന്നിട്ട് ആ തേപ്പൊട്ടിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, എങ്കിലും നീ പറഞ്ഞത് ശരിയാ, ഇതെങ്ങനെ സംഭവിച്ചു? ഇത് പുതിയ അയൺ ബോക്സാ, കഴിഞ്ഞിടയ്ക്ക് എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ചേഞ്ച് ചെയ്തിട്ട് പുതിയത് വാങ്ങിച്ചു വെച്ചത്, ഇതിങ്ങനെ യാതൊരു രക്ഷയില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ അയൺ ബോക്സ് എടുത്തിട്ട് അതിൻ്റെ വയറ് ഡീപ്പായിട്ട് ആദർശം നോക്കുമ്പം ഇത് അങ്ങനെ ഊരിപ്പോയ അങ്ങനെ വിടിയിപ്പിച്ച് പോയതൊന്നും അല്ലല്ലോ, ഇത് ആരോ ശരിക്കും കട്ട് ചെയ്തതുപോലെ ഉണ്ട്. നയന, ഇവിടെ വെച്ച് നീ കത്രിക വല്ല യൂസ് ചെയ്തെന്നോ ചോദിക്കുമ്പോൾ ഇല്ല ആദർശേട്ടാന്ന് പറയുകയാണ്. കത്രികയോ കത്തിയോ അങ്ങനെ യൂസ് ചെയ്തിട്ടാണ് ഇതുപോലെ മുറിക്കാൻ സാധിക്കുക, അങ്ങനെ മുറിച്ചിരിക്കുന്നത്, നീ അറിയാതെ എല്ലാം ചെയ്തതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്തതായിരിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ മുറിയിലേക്ക് ആരും കയറാറില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് പറയാണ്, ചെന്നാലും വീട്, നിനക്ക് ഹോസ്പിറ്റലിൽ വല്ലതും പോകാൻ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ആദർശേട്ടാ, എനിക്ക് അങ്ങനൊന്നും തോന്നുന്നില്ല, ഞാൻ താഴേക്ക് പോവാം, ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാമെന്ന് പറയുമ്പം വേണ്ട, നീ കുറച്ചിടന്ന് റെസ്റ്റ് എടുത്തോളൂ, ഞാൻ താഴേക്ക് പോയിക്കോളാം, ഞാൻ പോയിട്ട് അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോളാം, അവിടെ എല്ലാവരും ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നീ ഷർട്ട് തേച്ചത് അകത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് ആദർശേട്ടാ, വേറെ ഷർട്ടിനകത്ത് തേച്ച് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് ഷർട്ടൊക്കെ എടുത്തിട്ട് ഒരുങ്ങിയിട്ട് ഞാനെങ്കിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നയന പതിയെ കടലിൽ നിഴുന്നിട്ടിട്ട് ആ തേപ്പൂട്ടി എടുത്തുകൊണ്ടെന്ന് അവൾ ഇങ്ങനെ നോക്കുകയാണ് ശരിക്കും. അപ്പോൾ അവൾക്ക് മനസ്സിലാകുന്നുണ്ട് ശരിക്കും അതിൻ്റെ ഒരു വയറ് ആരോ വിടിയിപ്പിച്ചത് തന്നെയാണെന്ന്. ആദർശ് പറഞ്ഞത് കറക്റ്റാണ്, കത്രിയും കൊണ്ട് ആരോ കൃത്യമായിട്ട് കണ്ടിച്ചിട്ടതുപോലെ തന്നെ അതിൻ്റെ പാടതിലുണ്ട് കേട്ടോ. അപ്പം നയന വിചാരിക്കുകയാണ് ഇത് ചെയ്തത് ഒന്നെങ്കിൽ അബി അല്ലെങ്കിൽ ജലജ, അത് ഉറപ്പാണ് എന്ന് മനസ്സിൽ കരുതുന്നു. എന്തായാലും അവർക്കാണ് എന്നെ കൊല്ലാനുള്ള വാശിയുടെ ഉള്ളത്, എന്തായാലും അവർ തന്നെ ആയിരിക്കും എന്ന് മനസ്സിൽ കരുതുന്നുണ്ട്. അങ്ങനെ തേപ്പുട്ടിയുള്ള ഇതാ സ്ഥാനത്തിന് കൊണ്ടുവെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ജലജയുടെ അബി ചോദിക്കുകയാണ്, എങ്ങനെ ഉണ്ടമ്മേ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ചോദിക്കുമ്പം അതൊക്കെ കലക്കനായിരുന്നു, പക്ഷെങ്കിൽ ഇതങ്ങാണ്ട് മാറിലും അറിഞ്ഞാൽ നമുക്കായിരിക്കും അടുത്ത ഷോക്ക് എന്ന് പറയുന്നുണ്ട്. അതൊന്നും ആരും അറിയാൻ പോണില്ലമ്മേ, ഇങ്ങനെ ഓരോ ദിവസവും അവൾ ഓരോന്നും കൊണ്ട് കഷ്ടപ്പെടാൻ പോവാണ്. ഈ വീട്ടിൽ അവൾ നരകതുല്യമായിരിക്കും, അമ്മ കണ്ടോ, ലാസ്റ്റ് അവൾക്ക് ഈ വീട് പറ്റില്ല എന്ന് അവൾ തന്നെ ഓർക്കണം, അങ്ങനെ അവളോട് നരകിച്ചിറങ്ങണം, അതേപോലെ തന്നെ അവളെ ഇല്ലാതാക്കണം എന്നിങ്ങനെ അബി പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ അപ്കമിങ് ആയിട്ടുള്ള എപ്പിസോഡ്സിൻ്റെ റിവ്യൂസ് നമ്മുടെ ചാനൽ എപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, മിസ്സാവാതിരിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.